പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ ഗുരുതരമാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ട്രംപ് പറഞ്ഞത് ഈ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ പ്രസ്താവന പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇറാൻ. അതായത് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായി ഇപ്പോൾ ട്രംപിനെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് തന്നെയാണ് ഇറാൻ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. സൈനിക നടപടികൾ അവസാനിക്കാറായെന്ന ട്രംപിന്റെ പ്രസ്താവന തള്ളുകയാണ്. മേഖലയിലെ സൈനിക പ്രവർത്തനങ്ങളുമായി അമേരിക്ക കൂടുതൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സൈനിക നടപടികളിലേക്ക് ഇനിയും കടക്കേണ്ടി വരുമെന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതിന് മറുപടിയായി ഇപ്പോൾ യുഎസിന്റെ സെൻട്രൽ കമാൻഡ് പറഞ്ഞിരിക്കുന്നത് ഹോർമുസിലെ ഇറാന്റെ ആക്രമണം അല്ലെങ്കിൽ ഭീഷണി അത് കുറച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് ക്രൂസ് മിസൈലുകൾ, അതുപോലെ തന്നെ മറ്റു ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന ആയുധങ്ങൾ, ഈ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഈ ആക്രമണത്തിലൂടെ തകർത്തു എന്നുള്ളൊരു അവകാശവാദം ഇപ്പോൾ യുഎസ് സെൻട്രൽ കോം അറിയിക്കുന്നുണ്ട്. ഇതിന് പുറമെ ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ചാണെങ്കിൽ അവിടെ ഉപയോഗിച്ചിരുന്ന ഇന്റലിജൻസ് മിസൈൽ റഡാർ റിലേകൾ ഇത് ഉപയോഗിച്ചായിരുന്നു ഈ ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചിരുന്നത്. ഈ സംവിധാനം പൂർണ്ണമായും ഇപ്പോൾ തകർത്തു എന്നുള്ള ഒരു വിവരമാണ് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേഖലയിൽ അക്രമം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ തന്നെ യുഎസ് സെൻട്രൽ കമാൻഡ് അവിടെ ഇറാന്റെ ഭീഷണികൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മിസൈൽ സംവിധാനങ്ങൾ തകർക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഹോർമുസ് കടലിടുക്കിലെ ഈ കപ്പലുകളുമായി ബന്ധപ്പെട്ടുള്ള സഞ്ചാരത്തിന് അതിന് സുരക്ഷ ഒരുക്കാൻ താല്പര്യം അറിയിച്ചുകൊണ്ട് ഇപ്പോൾ 22 രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. UK, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ട്രംപിന്റെ സഹായമില്ലാതെ തന്നെ തങ്ങൾക്ക് ഇതിന് കഴിയും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആ രാജ്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘർഷം അല്ലെങ്കിൽ ആ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇറാൻ അല്ലെങ്കിൽ ട്രംപിന് തന്നെ ഒരു പാഠം പഠിപ്പിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് ഇപ്പോൾ ഇറാൻ അറിയിച്ചിരിക്കുന്നത്.